ഇന്നിപ്പോൾ പറയാൻ പോണത് ഇല്ലുസ്ട്രേറ്ററിലെ ഷേപ്പ് ബിൽഡർ ടൂളാണ്. ഫസ്റ്റ് തന്നെ ഞാൻ 3 സർക്കിൾ ഫോം ചെയ്തു. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അടുപ്പിച്ച് വെക്കുകയാണ്. അത് കഴിയുമ്പോൾ എല്ലാം കൂടെ ഒന്ന് സെലക്ട് ചെയ്യാണ് സർക്കിൾസ്. അത് കഴിയുമ്പോൾ ഷേപ്പ് ബിൽഡർ ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അതിൽ കൂടെ വരച്ച് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ നോക്കിയേ, അത് 3ഉം ഒരു ഷേപ്പായിട്ട് ഫോമായി. 3 സർക്കിൾസ് ആയിരുന്നു, ഒരു ഷേപ്പായിട്ട് ഫോമായി. ഇനി ഞാൻ വേറൊരു 2 സർക്കിൾ വരയ്ക്കുകയാണ്. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരുമിച്ചാക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് കിട്ടാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫുള്ള് സെലക്ട് ചെയ്തിട്ട് ഷേപ്പ് ബിൽഡർ ടൂൾ എടുത്തിട്ട് കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തിട്ട് സെൻറ്റർ പോർഷനിൽ മാത്രം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മളൊന്ന് എൻ്റർ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ഷേപ്പും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. കണ്ടോ? ഞാൻ ഫുള്ളൊന്ന് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാണ്. അടുത്തായിട്ട് ഞാൻ റെക്റ്റാങ്കിളാണ് വരയ്ക്കണേ. ജസ്റ്റ് 3 റെക്റ്റാങ്കിൾ വരയ്ക്കുന്നുണ്ട്, കോപ്പി എടുക്കുന്നുണ്ട്. Ctrl+C ആണ് ഷോർട്ട് കീ. അപ്പോൾ രണ്ടാമത്തെ റെക്റ്റാങ്കിൾ ഞാൻ എടുത്തു, കറക്റ്റായിട്ട് സെൻറ്റർ പോർഷൻ നോക്കിയിട്ട് വെച്ചു. അടുത്ത റെക്റ്റാങ്കിൾ എടുത്തു, കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ലൈൻ നോക്കിയിട്ട് വെക്കുകയാണ്. സ്ട്രെയിറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഷേപ്പ് ബിൽഡർ ടൂൾ യൂസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കട്ടായിട്ട് പോവില്ല. അടുത്തായിട്ട് ഞാനൊരു സർക്കിള് എടുത്തിട്ടുണ്ട്, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. നമ്മുടെ മുകളിലത്തെ റെക്റ്റാങ്കിളിൻ്റെയും താഴത്തെ റെക്റ്റാങ്കിളിൻ്റെയും ലൈൻസ് ജോയിൻ ചെയ്യണ പോലെയാണ് വെക്കണേ. അതിൽ ഫില്ല് ഓണാണ്, അതുകൊണ്ട് ഫില്ല് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫില്ല് നമുക്ക് ആവശ്യമില്ല, സ്ട്രോക്ക് മാത്രമാണ് ആവശ്യം. സ്ട്രോക്ക് ഓൾറെഡി അതിൽ ബ്ലാക്ക് ഉണ്ട്. ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു കോപ്പി എടുത്തു. അത് സെക്കൻഡ് റെക്റ്റാങ്കിളിൻ്റെയും തേർഡ് റെക്റ്റാങ്കിളിൻ്റെയും അടുത്ത് കൊണ്ട് വെച്ചു. ഫസ്റ്റ് നമ്മൾ ചെയ്ത പോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു കോപ്പി എടുത്തു, ചെറിയൊരു സർക്കിള് ഫോം ചെയ്തു. ആ ഫസ്റ്റത്തെ 2 റെക്റ്റാങ്കിളിൻ്റെയും സെൻറ്ററിൽ ആ പോയിൻ്റ് ടച്ച് ചെയ്യണ പോലെ സർക്കിൾ വെക്കുകയാണ്. ജസ്റ്റ് അതൊന്ന് കറക്റ്റ് ചെയ്യാണ്. അത് കറക്റ്റ് സെൻറ്റർ പോർഷനിൽ വരണം, അല്ലെങ്കിൽ അത് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആവില്ല, ഷേപ്പ് നമുക്ക് ഫോം ചെയ്ത് കിട്ടില്ല. അതുകൊണ്ട് ജസ്റ്റ് അതൊന്ന് കറക്റ്റ് ചെയ്യാണ്. അതേപോലെ നമ്മൾ ഫസ്റ്റ് വെച്ച സർക്കിളും കറക്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ടും കറക്റ്റ് സെൻറ്റർ പോർഷനിലാണ് ആ ലൈനിൻ്റെന്ന് ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ ഞാൻ പിന്നെ ഒരു കോപ്പി എടുക്കുകയാണ്. നമ്മുടെ രണ്ടാമത് വെച്ചിട്ടുണ്ടായിരുന്ന സർക്കിളിൻ്റെ അവിടെയും കൂടിയും ഒരു ചെറിയൊരു സർക്കിൾ വെക്കണമല്ലോ, അതുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് ഞാൻ കറക്റ്റ് ചെയ്ത് എടുക്കുകയാണ്. ജസ്റ്റ് കറക്റ്റായിട്ട് സെൻറ്റർ പോർഷനിൽ നോക്കി വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ സർക്കിള് ആ റെക്റ്റാങ്കിളിൻ്റെ പോയിൻറ്റിൽ ടച്ച് ചെയ്യണ പോലെ വെക്കുകയാണ്. ആ ബിഗ് സർക്കിളും സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ജസ്റ്റ് അത് ഫുള്ളൊന്ന് ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്, എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെറുതാക്കി ആ ക്യാൻവാസിൽ കൊള്ളണ പോലെ വെക്കുകയാണ്. ഇപ്പോൾ ക്യാൻവാസിൽ ശരിയായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഷേപ്പ് ബിൽഡർ ടൂൾ ഞാൻ എടുക്കുകയാണ്. ജസ്റ്റ് നമുക്ക് ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് ലൈൻസിൽ കൂടെ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ആ ലൈൻസ് ഒന്ന് പോയി കിട്ടി. അതേപോലെ തന്നെ ആ എസ്സിൻ്റെ ഉള്ളിലത്തെ ആ സർക്കിളും ജസ്റ്റ് ഒന്ന് കളയുന്നുണ്ട് ഞാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൾട്ട് പ്രസ് ചെയ്തിട്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗത്തെയും കൂടിയും ലൈൻസ് പോയി കിട്ടും. ഇത് കഴിഞ്ഞിട്ട് നമ്മളിതിൽ കളർ കൊടുക്കാൻ പോവാണ്. സോ നമ്മൾ ഫില്ല് ഓൺ ചെയ്യണം, ഒരു കളർ കൊടുക്കണം. ഇപ്പം ഞാൻ റെഡാണ് സെലക്ട് ചെയ്തേക്കണേ, റെഡ് കളർ വന്നു. ഇനിയിപ്പോൾ നമുക്ക് കളർ പാലറ്റിൽ നിന്ന് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഷേപ്പിൽ നമുക്ക് മാറി കിട്ടും. ഈ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോഗോസിന് വേണ്ടി യൂസ് ചെയ്യാം. ഇതേപോലെ മാറി മാറി കിട്ടും. ഗ്രേഡൻറ്റ് കൊടുക്കാം. അതേപോലെ ഫ്രീ ടു മൂവ് ആണ്. ഈ ഷേപ്പ് നമുക്ക് എവിടേക്ക് വേണമെങ്കിലും മാറ്റാം. നമ്മൾ ഇത്രയും ഷേപ്സ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തതെന്ന് പറയില്ല.